ഈ തെരഞ്ഞെടുപ്പിൽ 26-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ പറഞ്ഞു. ഞാൻ കടന്നു വരുമ്പോൾ തന്നെ ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മഹാനായ B.R. അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി നമുക്ക് നൽകിയ ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വ മൂല്യങ്ങളിൽ അടിസ്ഥാനമായ ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞാണ്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ ഔദ്യോഗികവൽക്കരിക്കപ്പെട്ട അഴിമതിയാണ്. കുത്തക മുതലാളിമാരിൽ നിന്നും ഏതാണ്ട് 8,000 കോടി രൂപ BJP, 2,000 കോടി രൂപ കോൺഗ്രസും വാങ്ങിയെടുത്തു. ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ നൽകിയ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മുടെ നാട്ടിൽ വ്യാജ ലോട്ടറി വിറ്റിരുന്ന സാന്റിയാഗോ മാർട്ടിനെ BSL സർക്കാരുള്ള കാലത്ത് ശ്രീ തോമസ് ഐസക്കാണ് ഈ നാട്ടിൽ നിന്ന്, അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹം നിർബന്ധപൂർവ്വം ഈ നാട്ടിൽ നിന്ന് നാട് കടത്തുകയായിരുന്നു. വ്യാജ ലോട്ടറി വിൽക്കേണ്ടതില്ല, അന്യ സംസ്ഥാന ലോട്ടറി വിൽക്കേണ്ടതില്ല, കേരള സംസ്ഥാന ലോട്ടറി വിറ്റുകൊണ്ട് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നിലപാടെടുത്താണ്. ആ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് വരെ പണം പറ്റിയതാണ് ഇലക്ട്രൽ ബോണ്ട്. മാത്രമല്ല കോൺഗ്രസിന് ഇതിലൊരു സത്യസന്ധതയില്ല. കോൺഗ്രസിൻ്റെ കുടുംബത്തിലെ, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന കുടുംബത്തിലെ ഒരു സഹോദരനും ഒരു സഹോദരിയുമാണെന്ന് പ്രചരണ രംഗത്തുള്ള അവരുടെ കുടുംബത്തിലെ ഒരു അടുത്ത ബന്ധുവും അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് 170 കോടി രൂപയാണ് BJPക്ക് ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. 170 കോടി രൂപ, 1-2 അല്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. പക്ഷെ 170 കോടി രൂപ അദ്ദേഹം കൈമാറി. അതിനെപ്പറ്റി കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം നമുക്കറിയാം. പൗരത്വ ഭേദഗതി നിയമം, നോട്ട് നിരോധനം, നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളാണ്. നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട്. ആദ്യം ഇന്ത്യയിലെ കള്ളനോട്ടുകൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞ് നോട്ട് നിരോധിച്ചു. 2 നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് വ്യാപാരികളുടെയും സാധാരണക്കാരെയും നടുപിടിച്ചു. ഒരു ദിവസം ഓർക്കണം, നമ്മൾ മറക്കരുത്, ഒരു ദിവസം 2,000 രൂപയുണ്ട് ഒരു ബാങ്കിൽ നിന്ന്. ഒരു ദിവസം നമുക്ക് ഇന്ത്യക്കാരൻ ഒരു ദിവസം 2,000 രൂപ ചിലവാക്കിയാൽ മതി. അപ്പോൾ അതോട് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നുപോയി. ചെറുപ്പക്കാരായ പലരും തുടങ്ങി വന്ന ബിസിനസ്സുകൾ തകർന്നു. വർഷങ്ങളായി തലമുറകളായി ചെയ്തിരുന്ന പല ബിസിനസ്സുകളും തകർത്തു. അപ്പോൾ പറഞ്ഞു വെച്ചാൽ കള്ളനോട്ട് ഒരുപാടുണ്ട്, കള്ളപ്പണം. ആ കള്ളപ്പണത്തെയും കള്ളനോട്ടിനെയും പിടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ റിസർവ് ബാങ്കിലേക്ക് തിരിച്ചു വന്ന നോട്ട് എണ്ണി നോക്കിയപ്പോൾ റിസർവ് ബാങ്ക് അച്ചടിച്ച നോട്ടിൻ്റെ ഏതാണ്ട് അത്രയും തന്നെ തിരികെ വന്നു. അപ്പോൾ കള്ളനോട്ടല്ല, കള്ളപ്പണമല്ല എന്ന് തെളിഞ്ഞു. കാരണം തിരിച്ചു വരികയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത നോട്ട് ഇറക്കി, 2,000 നോട്ട് ഇറക്കി. അതും ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് അങ്ങ് പിൻവലിച്ചു. അത് പിന്നെ പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു. കാരണം ഏത് ദിവസവും ഇനി ഈ ഒരു അക്രമം ആവർത്തിക്കാം എന്ന ഒരു ബോധമുള്ളത് കൊണ്ട് നമ്മൾ അതിൽ വലിയ പരിക്ക് പറ്റി. അതാദ്യമായിട്ടാണ് നമ്മൾ ഈ നോട്ട് നിരോധിക്കുന്ന ഒരു അവസ്ഥ കാണുന്നത്. മനുഷ്യൻ അനങ്ങാൻ പറ്റാതെ. അത് കഴിഞ്ഞ് പല കാരണങ്ങളുണ്ടായി. കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെങ്കിലും ഞാനിതിനെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനതയോട്, നിങ്ങളോട് ഓരോരുത്തരോടും, ഞാനിവിടെ വൈകിയാണ് പ്രസംഗിക്കുന്നത്, 2 ദിവസമേ ഉള്ളൂ ഇലക്ഷന്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്. ഇവിടെ കേന്ദ്രത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാനോ കഴിഞ്ഞ 5 വർഷക്കാലം 18 MLA MPമാരുമായി പാർലമെന്റിൽ പോയി കയ്യും കെട്ടി മിണ്ടാതിരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് വന്ന കോൺഗ്രസിലോ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് 6 മാസം മുമ്പ് തന്നെ അറിയാം. കാരണം തൊട്ടടുത്ത് നടന്ന എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കന്മാരാണ് ചിന്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരെ ഒരു വികാരം അത് ജനങ്ങളെ മനസ്സിലേക്ക് കയറ്റിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും ആ മന്ത്രിസഭയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും എല്ലാം ഇടതുപക്ഷത്തിനെ അകാരണമായി പ്രതിക്കൂട്ടിൽ നിർത്തി ഈ സർക്കാരിന്റെ പ്രതിച്ഛായ മങ്ങലേൽപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കുറച്ചുനാൾ മുമ്പേ തുടങ്ങിയെന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ചില വലതുവശ ദൃശ്യമാധ്യമങ്ങളുടെയും പത്രങ്ങളിലൂടെയും സഖാവ് പിണറായി വിജയനെയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും എല്ലാം കരിവാരി തേക്കുകയാണ്. അതിന്റെ ആ പ്ലാൻ നമ്മൾ മനസ്സിലാക്കുന്നത് നിരന്തരമായി
വ്യക്തികളെ കൊണ്ട് അധിക്ഷേപം ഇങ്ങനെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്. രാവിലെ 11 മണിക്ക് മുമ്പ് വി ഡി സതീശൻ ഒരു കള്ളത്തരം അവതരിപ്പിക്കും, എന്തെങ്കിലും ഒരു ആരോപണം വന്നത്. 12:15 സുരേന്ദ്രൻ അതേ കള്ളത്തരം വീണ്ടും ആവർത്തിച്ചു പറയും. ഒരു കള്ളം പലവട്ടം ആവർത്തിക്കുമ്പോൾ അത് സത്യമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. പക്ഷേ പലവട്ടം ആവർത്തിച്ചാലും കള്ളം സത്യമാകില്ല എന്ന് മനസ്സിലാവും. ഒരിക്കലും കള്ളം സത്യമാവില്ല. അങ്ങനെ ആകുമെന്ന് പലരും ധരിക്കും. കാരണം ഇത് കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞില്ലേ മറ്റേയാളപ്പോൾ ശരിയാണോ, മറ്റേയാളും പറഞ്ഞു ഇയാളും പറഞ്ഞു നമുക്കുമല്ല. ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഒരു 10 പേര് ഒരുമിച്ച് രാത്രിയാന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഇത് പകലായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്, പിന്നെ രാത്രി ആയിരിക്കും എന്ന് കരുതിക്കുന്ന ഒരുതരം തട്ടിപ്പിന്റെ തന്ത്രമാണ് കഴിഞ്ഞ കുറെ നാളാണ്. നമ്മൾ ചിന്തിച്ചു പോകണം. നമ്മൾ കണ്ട് നിങ്ങളുടെ ചുറ്റും കണ്ട നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ കണ്ട വാർത്തകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ കേട്ട അഭിപ്രായ പ്രകടനങ്ങൾ, ഓരോ വിഷയങ്ങൾ വരുമ്പോഴുണ്ടാക്കുന്ന ബഹളങ്ങൾ. എന്തിനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാന്യ പദവിയിലിരിക്കുന്ന അദ്ദേഹം പോലും ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ട് പറയുന്നത് എന്താ, സ്വർണം കടത്തി എന്നാണ് പറയുന്നത്. ഈ സ്വർണം കടത്തി എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞതല്ലേ ഈ സ്വർണം കടത്തിന്റെ കഥ. ഈ സ്വർണം കടത്തി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കത്തെഴുതി, അത് മറക്കരുത്, അതെല്ലാവരും മറന്നുപോയൊരു കാര്യമാണ്. ആ കത്തിൽ പറയുന്നു ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ ആഫീസുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു എന്നാൽ ആരോപണം വന്നിരിക്കുന്നതിനാൽ കേരള സർക്കാരിന്റെ ഒരു ഏജൻസിയും ഇത് അന്വേഷിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിന് അനുചിതമായ ഏത് ഏജൻസിയെ കൊണ്ടും ഈ കേസ് അന്വേഷിപ്പിക്കാമെന്ന് പറയാം. സത്യമല്ലേ, ഞാൻ പറഞ്ഞ വെറുതെയാണ്. അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസും ഇഡിയും ഈ വിഷയം അന്വേഷിച്ചു. അന്വേഷിച്ച ശേഷം അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറി ആയിരുന്ന ഒരാളും വേറെ ചില വ്യക്തികളുമൊക്കെ കക്ഷികളാണ് എന്ന് കണ്ടുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും അവരെ ബഹുമാനപ്പെട്ട കോടതി പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇതാണല്ലോ ഒരു കേസിന്റെ നടപടിക്രമം. ഇത് കഴിഞ്ഞ് ഏതാണ്ട് 3 വർഷം പിന്നിട്ടു. ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 വർഷം ആവുന്നു. ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതുതായി തുടർ ഭരണം ലഭിച്ച പിണറായിയുടെ 2ാം സർക്കാർ ഭരണം ഏതാണ്ട് 2.5 വർഷം 3 വർഷം തികയ്ക്കുമ്പോഴാണ് വീണ്ടും ഈ പഴയ കഥ. അതിൽ കഴമ്പുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികളെ അന്വേഷിച്ചത്, അല്ലാതെ കേരളത്തിലെ വിജിലൻസ് ആണോ അത് അന്വേഷിച്ചത്, കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആണോ അന്വേഷിച്ചത്, ആരുമല്ല. അപ്പൊ തെറ്റിദ്ധാരണ പരത്തി ജനങ്ങളെ കളിപ്പിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് വ്യാപകമായി സർക്കാരിനെ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, സർക്കാർ വിരുദ്ധ വികാരം ആളുകൾ ഉണ്ടാക്കണം. എന്താണ് ഈ സർക്കാർ വിരുദ്ധം ഉണ്ടാക്കാൻ? ഈ സർക്കാർ ഒരു സെക്കൻഡാണ് ഈ പ്രസംഗം നീട്ടത്തില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചോദിക്കുക, എന്നെ കേൾക്കുന്ന എല്ലാവരും ചോദിക്കുക, ഈ ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലെല്ലാം കേൾക്കുന്നവരൊന്ന് ആലോചിക്കുക. ഈ സർക്കാർ ജനങ്ങൾക്ക് ഏത് ദ്രോഹമാണ് പറയാനുള്ളത്? ഒരു ദ്രോഹം പറയും. ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് 600 രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ക്ഷേമ പെൻഷൻ. അതൊരു തർക്കവുമില്ല. 18 മാസം അത് കുടിശ്ശിക ഇട്ടതിന് ശേഷമാണ് ആ സർക്കാർ പുറത്തേക്ക് പോകുന്നത്. ഈ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തത് കൂടാതെ 600 രൂപ എന്നുള്ള ഈ ക്ഷേമ പെൻഷനെ 1600 വർദ്ധിപ്പിച്ചത് സഖാവ് പിണറായി വിജയന്റെ സർക്കാരല്ലേ? ആണോ? 600 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മരുന്നുകളിൽ ഉതകത്തില്ല. അത് 18 മാസമായി കൊടുക്കാതിരുന്നവർ അത് കൊടുക്കാതെ പോയപ്പോൾ ആ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്ത് അത് 1600 രൂപയാക്കിയെന്ന് മാത്രമല്ല, അന്ന് 38 ലക്ഷം രൂപയ്ക്കാണ് ലഭിച്ചിരുന്നത്. ഇപ്പൊ 64 ലക്ഷം പേർക്കാണ്, അല്ലേ? 64 ലക്ഷം പേർക്കാണ് ഇന്ന് ഈ 1600 വെച്ച് കിട്ടുന്നത്. അപ്പൊ എന്താ പറയുന്നത്? കേന്ദ്ര സർക്കാരും പറയുന്നു, അതിന്റെ കൂടെ സതീശനും പാർട്ടികളും പറയുന്നു, കോൺഗ്രസ്സുകാരും UDF പറയുന്നത് ദൂർത്താണ്. ഏതാണ് ദൂർത്ത്? 600-ൽ നിന്നും 1600 രൂപയപ്പോ സ്വാഭാവികമായിട്ട് ചെലവ് കൂടിയല്ലോ. നമ്മൾ കണക്ക് പിടിച്ചവരല്ലേ? 38-ൽ നിന്നും 64 ലക്ഷം ഗുണഭോക്താക്കളിലേക്ക് കാര്യം പോകുമ്പോൾ കോടാനുകോടിയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളിലേക്ക്, വാർദ്ധക്യത്തിലേക്ക്, വിധവകളായ സഹോദരിമാരിലേക്ക്, അമ്മമാരിലേക്ക് ഒക്കെ ചെന്ന് ചേരുന്ന, ക്യാൻസർ രോഗികളിലേക്കൊക്കെ ചേരുന്ന ഈ പെൻഷൻ വർദ്ധിപ്പിച്ചതും അതിന്റെ എണ്ണം കൂട്ടിയതുമാണോ പിണറായി സർക്കാർ ചെയ്ത ധൂർത്ത് എന്ന് UDF പറയണം. BJP കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് കടമെടുക്കാൻ സമ്മതിക്കത്തില്ല, കേന്ദ്രത്തിൽ തരാനുള്ള പൈസ തരത്തില്ല. എന്താ കാര്യം? ഇവിടെ വലിയ ദൂർത്താണ്. എന്താണ് ഇതൊരു ദൂർത്താണ്? ഈ ദൂർത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇതാണ് ദൂർത്ത്. ഇപ്പൊ കണക്കാണ് പറയുന്നത്. ബാലഗോപാല് കൊട്ടാരക്കരയുടെ MLA ആണ്, ധനകാര്യമന്ത്രിയാണ്. ഞാനൊരു ഒരു സിമ്പിൾ കണക്ക് ചോദിക്കണം, നമുക്ക് മനസ്സിലാവുന്ന ഒരു കണക്ക്. 600-ൽ നിന്ന് 1600 രൂപയാക്കി 38 ലക്ഷത്തിൽ നിന്ന് ഏതാണ്ട് 38-39 ലക്ഷത്തിൽ നിന്ന് 64 ലക്ഷത്തിലേക്ക് പോയി എണ്ണം, വാങ്ങുന്നവരുടെ എണ്ണം. അപ്പൊ സ്വാഭാവികമായിട്ടും ചെലവ് കൂടുമല്ലോ. ആ ചെലവ് കൂടിയതാണോ ദൂർത്ത്? കോൺഗ്രസ് പറയണം, UDF പറയണം, അതാണ് ദൂർത്ത്. എങ്കിൽ അടുത്തത് വെള്ളപ്പൊക്കം വന്നു.
കേന്ദ്ര സഹായം വല്ലതും ഉണ്ടായോ? കേന്ദ്രത്തിന് സഹായം കിട്ടി, അരി തന്നെന്താ പറയുന്നത്, അരി തന്നു, അതുപോലെ ഹെലികോപ്റ്റർ തന്നു, പട്ടാളത്തിനെ തന്നു, ആളുകളെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതിന്റെ കൂടെ വളരെ നീളത്തിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അടിച്ചു തന്നതിനൊക്കെയുള്ള നീളത്തിലുള്ള ഒരു ബില്ലും അടിച്ചിങ്ങ് തന്നു. അതിന്റെ പൈസയും നമ്മളല്ലേ കൊടുത്തത്. അപ്പൊ നമ്മുടെ ചെലവ് കൂടിയോ? നമ്മുടെ ചെലവ് കൂടിയോ? ഈ അരിയുടെയും സഹായമൊക്കെ തന്നു എന്ന് പറയുന്നതിന് അങ്ങോട്ട് പൈസ കൊടുത്തപ്പോൾ നമ്മുടെ ചെലവ് കൂടിയോ? ഹെലികോപ്റ്ററിന്റെ വാടക എടുത്ത് അങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ കുട്ടനാട്ടില് മണ്ണെണ്ണ വാങ്ങിക്കാൻ പോയ പയ്യനെ വലിച്ചു കെട്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് എയർപോർട്ടിൽ ഇറക്കി വിട്ടതിന് അതിന്റെ ബില്ല് നമുക്ക് തന്നു. ഏതാ അവൻ മണ്ണെണ്ണ വാങ്ങിക്കാൻ പോയത്, അവനെ തൂക്കി വണ്ടി കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടിറക്കി, അവൻ മലയാളവും പറഞ്ഞു, അവർ ഹിന്ദിയും പറഞ്ഞു, അവനെ അവിടെ കൊണ്ടിറക്കി, അതിന്റെ ബില്ലും നമുക്ക് തന്നു. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ അത്യാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സഹായം തേടുമ്പോൾ അത് തടയും. എന്നാൽ ഒരു 100 കോടി രൂപ ദുബായിലെ ഭരണാധികാരി നൽകാം എന്ന് പറഞ്ഞു, അത് വാങ്ങാൻ സമ്മതിച്ചില്ല. എന്നാൽ മന്ത്രിമാര് മലയാളികളുള്ള രാജ്യങ്ങളിലേക്ക് പോയി ഒരു സംഭാവന പിരിച്ചുകൊണ്ടുവരാം എന്ന് വിചാരിച്ചപ്പോൾ അവരെ ബോധവൽക്കരിച്ച് കുറച്ചുകൂടി സംഭാവന അയച്ച് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, അതിനും അനുവാദം തന്നില്ല. ആര്? കേന്ദ്ര ഗവൺമെന്റ്. അതിന് അനുവാദം കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടത് കോൺഗ്രസാണ്. അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി ഞെരുങ്ങിയിട്ടായാലും ശരി LDF-നെതിരെ വരണം എന്ന് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. LDF-നെതിരെ ജനങ്ങളെ തിരിച്ചുവിടാനുള്ള ഗൂഢതന്ത്രങ്ങളിൽ BJP-യും UDF-ഉം കോൺഗ്രസും ഒരേ നയമാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത്. അവരുടെ പ്രധാന ശത്രു സഖാവ് പിണറായി വിജയനാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇലക്ഷൻ നമ്മൾ ഈ പൗരത്വ നിയമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ഞാൻ ചോട്ടെ, അതിലേക്ക് വരാം. അടുത്തത് വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ എന്താ? 2018 വെള്ളപ്പൊക്കം, 2019 കോവിഡ്. ഒരു 200-300 വർഷത്തിനുള്ളിൽ മനുഷ്യന്റെ ഓർമ്മയിലോ ചരിത്രത്തിലോ എല്ലാവരും വീട്ടിൽ അടച്ചിരുന്ന ഒരു കാലം. സ്വന്തമായി വിമാനമുള്ള അമേരിക്കൻ പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം സ്വന്തമായി വിമാനമുള്ള അംബാനിയും യൂസഫ് അലിയും വരെ വീട്ടിന്റെ ഉള്ളിൽ കയറി അടച്ചിരിക്കേണ്ട ഗതികേടുണ്ടായി. അപ്പൊ പാവപ്പെട്ട കാര്യം പറയണ്ടല്ലേ. നമ്മൾ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയ കുറച്ച് ദിവസം, പിന്നല്ലേ ഗേറ്റ് വരെ പോയി. ഗേറ്റും അടച്ച് കഥം അടച്ച് മുറിക്കാത്തിരുന്നു. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിപ്പാൻ നമ്മൾ ഭയന്നു. ആ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ആരാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന് മറക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് ആണോ? UDF ആണോ? ഇവിടെ ഇപ്പോൾ MP ആയിരിക്കുന്ന ആളാണോ? ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ ചോദിക്കുമ്പോൾ പറയും മാവേലിക്കര നിൽക്കാന്ന് പറയും. അത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ പറയും കുട്ടനാട്ടിലാണ്. എപ്പോൾ ചോദിച്ചാലും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം നടത്തുന്ന പുള്ളിയെ കണ്ടില്ല. ആണോ? കണ്ടോ? ആരെങ്കിലും കണ്ടോ? അവിടെ കണ്ടില്ല. അപ്പൊ പറഞ്ഞു ഞാൻ ചെങ്ങന്നൂർ ഇരിക്കുന്നു. ചെങ്ങന്നൂർ വെള്ളപ്പൊക്കത്തിന് സജി ചെറിയാനോടൊപ്പം ഞാൻ അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. ഏറ്റവും ദുരിതം അനുഭവിച്ച 2 ദിവസങ്ങളിൽ രാവും പകലും സജി ചെറിയാനോടൊപ്പം ഞാൻ അവിടെ ഇരുന്ന് ഈ ഓപ്പറേഷൻ. അവിടെ ഈ ഇദ്ദേഹത്തെ കണ്ടില്ലല്ലോ, ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെയും കണ്ടില്ലല്ലോ അവിടെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് രാവും പകലും, രാത്രി ഇവിടെ നിന്ന് കൊല്ലം കളക്ടറായിരുന്ന ശ്രീ കാർത്തികേയൻ അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് മാനിച്ചിട്ട് കുറച്ച് ലോറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-14 ലോറി, ടിപ്പർ ലോറിയുമായി പന്തളത്ത് വെള്ളം കയറി കിടക്കുക. പന്തളത്ത് ഈ പാലത്തിൽ കൂടെ ഒന്നും പോകാനൊക്കില്ല. അതിൽ കൂടെ ഈ ടിപ്പർ ലോറിയിൽ ഇരുന്നാണ് ഞാൻ അടക്കം അവിടെ എത്തിയത്. ആഹാര സാധനങ്ങൾ കൊണ്ടുപോയി. രാത്രി മത്സ്യത്തൊഴിലാളികൾ വന്നു അവരുടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ. നേവി വന്ന ദിവസം അന്നെല്ലാം ശ്രീ സജി ചെറിയാൻ അന്ന് പുതിയ MLA ആണ്. മന്ത്രി MLA ആയി വന്നിട്ട് 6-7 മാസമായുള്ളൂ. എല്ലാ സഹായങ്ങളും ചെയ്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഈ MP-യെ കണ്ടില്ല. വെള്ളം കയറി കിടക്കുന്നത് MP-യെ കണ്ടില്ല. ലോറികൾ കൊണ്ടുപോയ പോലീസുകാരുടെ കൂടെയോ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൂടെയോ പട്ടാളക്കാരുടെ കൂടെയോ ഈ MP-യെ കണ്ടില്ല. കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ എല്ലാം വെള്ളം കയറിയല്ലോ. പത്തനാപുരത്ത് വെള്ളം കയറി, അവിടെ കണ്ടില്ലല്ലോ. അവിടെ ഒന്നും അദ്ദേഹത്തെ കണ്ടില്ല. കോവിഡ് വന്നപ്പം വെളിയിൽ കണ്ടില്ലല്ലോ അവരെ ആരെയും. കോവിഡ് വന്നിട്ട് ആരാണ് കിറ്റ് കൊണ്ട് തന്നത്? പുച്ഛമാണ്, കോൺഗ്രസ്സുകാർക്ക് പുച്ഛമാണ്. പിണറായി വിജയന്റെ കിറ്റിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. നമുക്ക് പുറത്തു പോയി ആഹാരം വാങ്ങിക്കാൻ വയ്യ, സാധനം വാങ്ങിക്കാൻ വയ്യ, കടകൾ തുറക്കാൻ വയ്യ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്യാവശ്യമാണ് അരിയും പലവ്യഞ്ജന സാധനങ്ങളും പതിവായി വീട്ടിലെത്തിച്ചേർന്ന സർക്കാരിന്റെ ഖജനാവിലെ പൈസ എടുത്താ വാങ്ങിച്ചു തന്നെ. അപ്പൊ ചെലവുണ്ട്. മുമ്പേ പറഞ്ഞ ദൂരത്തിൽ പെടുന്നത് ഒന്നാലോചിക്കണം. ആ ദൂരത്തിൽ ഇത് പെടും. കോൺഗ്രസ്സുകാരന്മാർ പറയുന്ന, BJP-ക്കാർ പറയുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ദൂരത്തിൽ അത് പെടും. പച്ചക്കറി, പലവ്യഞ്ജനം, മരുന്നുകൾ. ഏതെങ്കിലും ആശുപത്രി മരുന്നിന് കുറവുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ഒരാൾക്ക് കൊറോണയാണെന്നറിഞ്ഞാൽ ആ ആളെ ആംബുലൻസ് കൊണ്ടുവന്ന് അവിടെ നിന്ന് കയറ്റി. ഒരു PP കിറ്റിന് 10, 500, 1500 വിലയുണ്ടാവും. ഈ സാധനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല.
മാസ്ക് ആണെന്നതേ ഡോക്ടർമാർ ഇട്ടേ കണ്ടിട്ടുള്ളൂ, നമ്മളെ ഇട്ട് കണ്ടിട്ടില്ല മാസ്ക്. ആശുപത്രിയിലെ ഡോക്ടർമാർ ഓപ്പറേഷൻ മുമ്പ് ഇടുന്ന ഒരു സാധനമായിട്ടേ മാറുക. സാനിറ്റൈസർ എന്നൊരു സാധനം നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. കൈ വൃത്തിയായി ആണോ? അതിൻ്റെ കൂടെ എന്തുവാ പിന്നെ ലോക്ക്ഡൗൺ ചെയ്യുക, പിന്നെ കുറെ വാക്കുകളുണ്ട്, അന്ന് കുറെ വാക്കുകളുണ്ടായിരുന്നു, ക്വാറന്റൈൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വന്നപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ആളെ എടുത്തുകൊണ്ട് പോയി ആശുപത്രി കൊണ്ട് കിടത്തി ചികിത്സിച്ച് ആഹാരവും കൊടുത്ത് പല്ല് വയ്ക്കാൻ ബ്രഷും പേസ്റ്റും വരെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി മൂക്കിൽ കമ്പിട്ട് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണ് എന്നറിയുമ്പോൾ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ട് വിട്ട പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യത്തിനെയും മറന്നു പോരുന്നത്. അതിന് ചിലവുണ്ട്. ഇതിന് വരെ ചക്കക്കുരു കൊടുത്താൽ പോരാ, ചക്കക്കുരു മഞ്ചാടിക്കുരു പറക്കി കൊടുത്താൽ പോരാ, കാശ് കൊടുക്കണതിനൊക്കെ പൈസ ചിലവുണ്ട്. ആ പൈസ ചിലവാക്കി അതാണോ കേരള സർക്കാരിന്റെ ദൂർത്ത്? ഓക്കി ദുരന്തം വന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇത് വന്നു, ഏതാ പിന്നെ തിരുവനന്തപുരത്ത് ഓക്കി ദുരന്തം, അതുപോലെ വയനാട്ടില് പ്രകൃതി ദുരന്തം, മലപ്പുറത്ത് മലബാറില്, ഇതെല്ലാം നേരിട്ടത് കേരള സർക്കാരിന്റെ പണം വെച്ചാൽ കേന്ദ്ര സഹായം തന്നില്ല. അത് തരണമെന്ന് ഒരു ദിവസം പോലും ശ്രീ കൊടിക്കുന്ന് സുരേഷ് അടക്കമുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളെ സാമ്പത്തികമായി ജനിക്കുകയാണ്. സാമ്പത്തികമായി ജനിക്കുമ്പോൾ അത് ശരിയല്ല. കേരളത്തിന് അവകാശപ്പെട്ടത് കൊടുക്കണമെന്ന് പറയാൻ ഈ സംസ്ഥാനത്ത് വന്ന് ജയിച്ച് പ്രധാനമന്ത്രിയാകാൻ പോയിട്ട് പ്രതിപക്ഷ നേതാവാകാൻ പോലും നിൽക്കാതെ ഭയന്ന് ഓടിപ്പോയ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരാരും പറയണ്ടേ, അവർക്ക് ഭാഷയുടെ വൈകല്യം കൊണ്ടുപോയിട്ട് അവർക്ക് പറ്റാൻ ബുദ്ധിമുട്ടായി അവതരിപ്പിക്കാൻ പറയാതെ. പക്ഷെ അയാൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയാമല്ലോ, സാഹിബല്ലേ അരസാഹിബല്ലേ. അയാൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഞാൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന കേരളം, ഞാൻ കേരളത്തിലെ ഒരു MP ആണ്, സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഞാൻ കേരളത്തിൽ നിന്നുള്ള MP ആണ്, വയനാട്ടിൽ നിന്നാണ്. എനിക്ക് പറയാനുണ്ട്, കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടി അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് ഒരു ദിവസം അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം വെറുതെങ്കിലും ചുമ്മാ അവിടെ പ്രസംഗിക്കുന്നു, തീരുമാനം എല്ലാം അടിക്കുന്നു, ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നിയപ്പോൾ ഓടിച്ചെന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഉമ്മയെ കൊടുക്കും. എന്നിട്ട് പറയുന്നു സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹമാണ്. ഈ പ്രധാനമന്ത്രിയുള്ള സ്നേഹത്തിന്റെ 10,000-ൽ നിന്ന് സ്നേഹം കേരളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ ജനത്തിനോട് കേരളത്തിലെ ജനങ്ങളോടൊന്ന് കാണിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഈ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന പോലെ കേരളത്തിലെ ജനങ്ങളെ ഈ വയനാട്ടിൽ വരുമ്പോൾ റോഡ് ഷോയുടെ ഇടയിൽ ആശ്ലേഷിക്കുന്ന അല്ലാതെ ഈ പൊതുവായി കേരളത്തിൽ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും തിരുവനന്തപുരത്തും ഒക്കെ താമസിക്കുന്ന മലയാളികൾ എന്ന് പറയുന്ന കേരളീയരെ, ആ കേരളീയർക്ക് ഒരു വിഷമം വരുമ്പോൾ അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം എന്താണ് ചെയ്തു തരുന്നത്? അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്ത് ശബ്ദിച്ചു? നമ്മുടെ കേരള സർക്കാർ എവിടെ പോയി? സമരം ചെയ്യാൻ ഡൽഹിയിൽ പോയി. ഈ സമരം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാക്കളായ ഞങ്ങളുടെ 5-6 പേരോട് സംസാരിച്ചു. അപ്പൊ മുഖ്യമന്ത്രി വിഷയം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഈ സമരത്തിന് പോകാൻ നമുക്ക് പ്രതിപക്ഷവുമായി ആദ്യം സംസാരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് LDF യോഗം വിളിച്ചു. പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടെ കേരളത്തിന്റെ ഒരു പൊതുവിഷയമാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വളരെ മോശമായ ഒരു നയം. ആ നയ സമീപനം കേരളത്തോട് മാത്രമല്ല BJP ഇതര സർക്കാരുകൾ എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ നമുക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അവരെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ സഹകരിക്കത്തില്ല. സഹകരിക്കേണ്ട, എവര് വേറൊരു സമരം എന്തുകൊണ്ട് നടത്തില്ല? കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന, സർക്കാരിനെ വിടും, കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന വൃത്തികെട്ട നയം, ക്രൂരമായ നയം, ആ നയത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പറഞ്ഞ് ഇവർക്കൊരു സമരം അവിടെ വലിയ അഖിലേന്ത്യാ പാർട്ടി ഇല്ല, അഖില ലോക പാർട്ടി ഇല്ല, അവിടെ സംഘടിപ്പിക്കാമായിരുന്നല്ലോ, സംഘടിപ്പിച്ചില്ലല്ലോ, ഇവരാരും പോയില്ലല്ലോ. പക്ഷെ നമ്മൾ സംഘടിപ്പിച്ച പരിപാടി കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള മുതൽ തമിഴ്നാട്ടിലെ മന്ത്രിമാരടക്കം, ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാൾ അടക്കം, പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരിയുള്ള നേതാക്കന്മാര് ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രതിഷേധം അറിയിച്ചു. പക്ഷെ കോൺഗ്രസ്സുകാരും വന്നില്ല. വേണ്ട, ആരും വേണ്ട. മല്ലികാർജുന ഖാർഗെ അതിൽ വന്ന് കയറി രണ്ടാൾക്ക് പറഞ്ഞിട്ട് വരുന്നില്ല. ഇവരാരും വണ്ടി ടിക്കറ്റ് ഒന്നും എടുത്ത് വരണ്ട, വണ്ടി കൂലി കൊടുത്ത് വരത്തില്ല, അവർ ഓസിന് പോയി ജീവിച്ചിട്ടുള്ളവരാണ്. അവർക്ക് പാർലമെന്റ് തീരുന്ന ഒരു സമരം സംഘടിച്ചു, വന്നില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു തെറ്റായ നയത്തിനെതിരെ ഒരു സമരം 4 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തി. അന്നും മുഖ്യമന്ത്രി ഇതുപോലെ ഇവരെ തന്നെ ആദ്യം വിളിച്ചു. അപ്പോഴും പറഞ്ഞു ഞങ്ങൾ സഹകരിക്കത്തില്ല, ഞങ്ങൾ വേറെ സമരം. ഈ ഏറെ സമരം നമ്മൾ നടത്തിയ സമരത്തിൽ സാഹിത്യ നായകർ, സാംസ്കാരിക നായകന്മാർ, വൈദികർ, ഉസ്താദുമാര്, പള്ളി ബിഷപ്പുമാര് എല്ലാവരും വന്ന് പങ്കെടുത്തി. ഒരു പൊതുവികാരം, മതേതരത്വത്തിന് കേടുപറ്റുന്ന ഇന്ത്യയിൽ അതിനെ തകർക്കുന്ന ഒരു നടപടി എന്ന നിലയിൽ പൊതുവികാരത്തിൽ എല്ലാവരും വന്നത്. ഇവർ മാത്രം വന്നില്ല, കോൺഗ്രസ്സുകാർ വന്നില്ല, UDF വന്നില്ല. പാവപ്പെട്ട മുസ്ലിം ലീഗുകാർ കൊണ്ട് വരാനും പറ്റിയില്ല. കാരണം എന്താ, ഈ മുസ്ലിംകാരെ പാവപ്പെട്ടവരെന്ന് പറഞ്ഞു. കാരണം ഇപ്പം അവരെ ഗതികേടെന്ന് പറഞ്ഞാൽ പരമദയനീയമാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഇതിനൊക്കെ ഒരു ദയനീയ അവസ്ഥ ഉണ്ടായിട്ടേ ഇല്ല. കാരണം
ഒരാൾ പാർട്ടിയിൽ ചേരുമ്പോൾ ആഗ്രഹം ഞാൻ എൻ്റെ പാർട്ടിയുടെ പതാക പിടിച്ച് അഭിമാനത്തോടെ നടന്നു പോകുന്നത്, നെഞ്ചു വിരിച്ച് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ പ്രകടനം നടക്കുമ്പോൾ പാർട്ടിയുടെ പതാക പിടിച്ച്, നമ്മുടെ സംഘടനയുടെ പതാക പിടിച്ച് നെഞ്ചു വിരിച്ച് നടന്നു പോകുന്ന പൊതുപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പതാക പുറത്തെടുക്കാൻ പാടില്ല. ഇപ്പൊ വയനാട്ടിലെ കൂടുതൽ ഭാഗവും മലപ്പുറം ജില്ലയിലൊക്കെയാണ്. അവിടെ നിന്ന് മുസ്ലിം ലീഗ് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ വയനാട്. രാഹുൽ ഗാന്ധി വരുന്നറിഞ്ഞപ്പോൾ പതിവുപോലെ മുസ്ലിം ലീഗുകാർ കമ്പം കൊടിയുമായിട്ട് വണ്ടി കയറി. അവിടെ ചെന്നവൻ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും BJP-യെ പേടിയാണ്. അതെന്താ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടാൽ പാകിസ്ഥാന്റെ പതാകയുടെ ഒരു ഛായ ഉണ്ട്, അതുകൊണ്ട് അത് പിടിച്ചോണ്ട് വന്നാൽ BJP-ക്കാർ ഞങ്ങളെ വിഷമിപ്പിക്കും, കളിയാക്കും, വടക്കേ ഇന്ത്യയിൽ പോയി പുച്ഛിക്കും. അതുകൊണ്ട് ദേവി ഇത് കൊടി വെളിയെടുത്തരുത്. നിവർത്തികേട് കൊണ്ട് ലീഗുകാരെന്ന് പറഞ്ഞാൽ ആ കൊടി ഒരു കാര്യം ആരെ കെട്ടിക്കോന്ന് പറഞ്ഞു. ഇതിടെ കൊണ്ട് കളയും ഈ സാധനം. ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് പരിചയമുണ്ട് ഈ കറുത്ത കൊടി അരയെ കെട്ടിയിട്ട് ഒന്ന് മുക്കി കാണിക്കുന്ന ഒരു സ്വഭാവ കോൺഗ്രസ്സുകാർ കാണിച്ചു കൊടുത്തു. ഡെമോ ഇതിങ്ങനെ അരയെ കെട്ടിയിട്ട് ഷർട്ട് താഴോട്ട് ഇട്ട് കൊടുത്തു. ഇട്ടപ്പം പച്ച കൊടിയുടെ വടി മാത്രമേ ഉള്ളൂ കഴിയും. പിന്നെന്താ പറ്റി, ഈ വടിയും കൊണ്ട് പോകുന്നത് ശരിയല്ലോ. ഇപ്പൊ കോൺഗ്രസ്സുകാർ ഐഡിയ പറഞ്ഞു കൊടുത്തു, എന്നാ പച്ച ബലൂൺ വാങ്ങിച്ചാൽ ഊതി പെരുക്കിക്കൊണ്ടിരുന്നോളാൻ പറഞ്ഞു. ഇപ്പൊ കോൺഗ്രസ്സുകാർ ലീഗുകാരെ ജോലി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ വാങ്ങിച്ചു പച്ച ബലൂൺ ഊതി പെരുക്കുക, കമ്പിന്റെ അടുത്ത് കിട്ടാൻ കൊണ്ടു കിടക്കുക. ഉത്സവ പറമ്പിലൊക്കെ എങ്ങനെ കൊണ്ടു കിടക്കത്തില്ലേ, കമ്പിന്റെ അടുത്ത് ഒരു ബലൂൺ. സ്വന്തം പാർട്ടിയുടെ പതാക ഏന്തി നടക്കാൻ കഴിയാതെ പോയ ലീഗിന്റെ ഗതികേട് നമ്മൾ കണ്ടുപിടിക്കും. ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ലീഗ് എന്നും മതേതരത്തോടൊപ്പം ഒക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ അവരെ ഒരു ഗതികേടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനൂടെ കൂടിയിട്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ മുന്നണിയുടെ ജാഥ നടക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ കൂടി അങ്ങ് അരയെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞ ജേക്കബോ ഷാജിയോ ഞാനോ കേൾക്കത്തില്ല, അവർ പറയോ ഇല്ല. എന്നാൽ UDF എന്താ സ്ഥിതി എന്നറിയാം? UDF സ്ഥിതി എന്താണെന്നറിയാം? ലീഗിന് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന കക്ഷി. കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് ലീഗിന്റെ വോട്ട് ബാങ്കാണ്. ആ ലീഗിനോട് കൊടി ഊരി ഉടുപ്പിനടി കെട്ടിക്കോ, കമ്പ് മാത്രം മതി, പിന്നെ ബലൂൺ ഊതി പെരുക്കിക്കൊള്ളാൻ പറയുന്ന ഒരു ഗതികേടിലേക്ക് ലീഗ് പോയിരിക്കുകയാണ്. ഇത് BJP-യെ പേടിച്ചാണ് കോൺഗ്രസ് ജീവിക്കുന്നത്. ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ BJP-യെ പേടിച്ചാണ് കോൺഗ്രസ് ജീവിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിൽ എടുക്കുന്ന അടവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് പറയുന്നില്ല, പൗരത്വ നിയമത്തെ പറ്റി, ഭേദഗതി നിയമത്തെ പറ്റി പറയുന്നില്ല, കേന്ദ്ര അവഗണനയ്ക്കെതിരെ പറയുന്നില്ല, കേരളത്തിന് ഒന്നും തന്നില്ല. എന്താ എന്നാ ചുണ്ടാൻ പറഞ്ഞു. ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കുന്ന ശബരി റെയിൽപാത വരുന്ന ശബരി എന്താ പറയുക, ചെങ്ങര കറക്റ്റില്ലേ, ചെങ്ങര 2 പ്രാവശ്യം പാർലമെന്റ് അന്നും കേൾക്കുന്ന കോൺഗ്രസ്സുകാർ ഒരു പാതയും തന്നില്ല. അന്നേ കോൺഗ്രസ്സുകാരായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് വാജ്പേയി വന്ന് അന്നും കേട്ടു ശബരി രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ്. ശബരിമലയെ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് പോയി ശബരിമല വഴി റെയിൽവേ പാത ഞാൻ എത്രയോ കൊല്ലമായിട്ട് വരുന്നു, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതങ്ങ് വാളകം വഴി, ഉന്നിക്കോട് വഴി വാളകം വഴി തിരുവനന്തപുരം വരെ എത്തി. ട്രെയിൻ കണ്ടുപിടിച്ചൊരു MP, പിന്നെ കൊല്ലത്തൊരു MP. ഇവർ രണ്ടും കൂടി ഈ മീറ്റർ ഗേജിനെ ബ്രോഡ് ഗേജ് ആക്കി. ബ്രിട്ടീഷുകാരൻ മീറ്റർ ഗേജ് പണിതത് 2 കൊല്ലം കൊണ്ടാണ്. ബ്രിട്ടീഷുകാർ വനം വെട്ടി, കടുവയെ കൊന്ന്, ആനയെ കൊന്ന്, കാട് വെട്ടി തെളിച്ച് മല തുറന്ന് 2 കൊല്ലം കൊണ്ടാണ് മീറ്റർ ഗേജ്. അത് ബ്രോഡ് ഗേജ് ആകാൻ 13 കൊല്ലം എടുത്തു. അത് കഴിഞ്ഞൊരു ട്രെയിൻ വന്നു. ആ ട്രെയിൻ മുമ്പിൽ പടമൊക്കെ വെച്ചിരുന്നു. കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത് വരെ കൊല്ലത്തെ MP-യുടെ പടമായിരുന്നു. കൊട്ടാരക്കര അത് വലിച്ചു കളഞ്ഞു വെച്ച് ഇത് രണ്ടും കൂടെ പിടിയും വരിക. ഒരു ട്രെയിനും ഉണ്ട് അങ്ങോട്ട്, ഈ പുഷ്പുൾ എന്ന് പറയുന്നത് അങ്ങോട്ടും പിടിക്കുന്നു ഇങ്ങോട്ടും പിടിക്കുന്നു. അവിടെ എത്തിയപ്പോൾ അടുത്താളുടെ പടം വെച്ചു. ഇത് കണ്ടുകൊണ്ട് എന്റെ ഡ്രൈവർ ശാന്തന്റെ മകൻ, അന്ന് കുറച്ചുകൂടെ ചെറുതാണ്, കുറച്ച് നല്ല വാചകമൊക്കെ അടി. അവൻ ചോദിച്ചു, അവൻ ശാന്തനോട് ചോദിച്ചു, അച്ഛാ ഇത് ഈ മാമന്മാർ മരിച്ചു, അവരെ ഡെഡ് ബോഡി കൊണ്ടുവരുവാന്നോ ചോദിച്ചു. കാരണം ഈ ആംബുലൻസിന്റെ മുമ്പിലാണല്ലോ മരിച്ച ആളുടെ ഫോട്ടോ വെച്ച് വരുന്നത്. സാധാരണ മരിച്ച ആളുടെ ഫോട്ടോ ആംബുലൻസ് മുമ്പ് വയ്ക്കത്തില്ല. അതുപോലെ ഈ ട്രെയിനിനകത്ത് ഡെഡ് ബോഡി കൊണ്ടുവരികയാണെന്നാണ് വിചാരിച്ചത്. പിടിയും വലിയുമാണ്. പിന്നെ റെയിൽവേയുടെ വലിയ നേട്ടങ്ങളുണ്ട്. ആവണീശ്വരത്ത് ഒരു ഓവർ ബ്രിഡ്ജ്, ഈ നടന്നു പോകുന്നൊരു സാധനമുണ്ട്, അത് ഈ റോഡിലേക്ക് വെച്ചിട്ടുണ്ട്. ആരും കയറാറില്ല. മേളിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങും, മേളിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങും. അപ്പോ അതിന്റെ ഉദ്ഘാടനം MP എന്നെ വിളിച്ചു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ വരാമെന്ന് പറഞ്ഞു, എല്ലാം പങ്കെടുക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം മുമ്പേ അവർ വിളിച്ചു പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞു തൊട്ടു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നടന്നില്ല. അപ്പൊ എനിക്ക് പോകേണ്ടി വന്നില്ല. അന്ന് രാവിലെ വേറെ ചില പണിയുണ്ടായിരുന്നു, പോയി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതൊക്കെ ഈ അവഗണനക്കെതിരെ ഇവിടെ വന്നേച്ച് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യാപകമായി രഹസ്യമായി സർക്കാരിനെതിരെ ഞാൻ ഒരു ചോദ്യം, എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്, മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ഏത് അഴിമതിയാണ് നടത്തിയത്? ഏത് ഖജനാവിലെ ഏത് പണമാണ് ചോർന്നു പോയത്? ഇവിടെ അഴിമതി നടന്നു. ബഹുമാനപ്പെട്ട സുപ്രീം ഹൈക്കോടതി കൊണ്ടുകൊടുത്തു. പ്രതിപക്ഷ നേതാവ് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ പത്രത്തിലുണ്ടായിരുന്നു. ഞാൻ പത്രത്തിലുള്ള കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞു. തെളിവുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ആവശ്യമുള്ളത് തെളിവാണ്. ആ തെളിവ് കൊടുക്കാൻ കഴിയുന്നില്ല.
അപ്പൊ കാര്യമുണ്ടെങ്കിൽ തെളിവ് കൊടുക്കാൻ പറ്റും. കാര്യം ഇവിടെ വിവരാവകാശ നിയമമുണ്ട്. ഒരു രേഖയും സർക്കാരിന് ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു അഴിമതി കണ്ടുപിടിക്കാനും പുറത്തു കൊണ്ടുവരാനും ഒരു പ്രയാസവുമില്ല. ആ അഴിമതി കണ്ടുപിടിക്കാൻ എന്തൊക്കെ നടപടികൾ ഉണ്ടായി, അതിനൊക്കെ എന്തൊക്കെ ആലോചന നടന്നു, എന്തൊക്കെ മീറ്റിംഗ് നടന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഇതെല്ലാം വിവരാവകാശം കിട്ടുമ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കാതെ അതിലൊരു അഴിമതി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ഒരു 7.5 വർഷത്തിനിടയിൽ? ഈ വെറുതെ രാവിലെ എണീറ്റ് അഴിമതിയുണ്ട് ഒരാളെ നോക്കിയിട്ട് അയാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ അയാൾ കള്ളനാവോ? ഇല്ല. കള്ളനാണോ എന്ന് ആളുകൾ സംശയിക്കും. ഇപ്പൊ ആ സംശയമാണ്. ഈ സർക്കാർ മോശമാണ് എന്ന് പ്രചരിപ്പിച്ച്, ദൂരത്താണ് എന്ന് പ്രചരിപ്പിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സംശയം ഉണ്ടാക്കുക എന്നുള്ളത്. അത് തെളിവൊന്നുമില്ല. ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് എന്നിവർ മനസ്സിലാക്കും. നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് സത്യം അറിയാതെ ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ പാടില്ല. അതാണ് അടിസ്ഥാനപരമായിട്ട്. സത്യം എന്നാലും സത്യം തന്നെ, അത് മാറില്ല. ഇവിടെ വ്യാജ പ്രചരണങ്ങൾ നിരന്തരമായി. പിന്നെ LDF ഇതൊന്നും വലിയ മുഖവിലേക്ക് എടുക്കാറില്ല. മുഖ്യമന്ത്രിയും ഇത്തരം വാർത്തകൾ എന്നെ പറ്റിയൊക്കെ ഒരുപാട് അനാവശ്യങ്ങൾ വരുമ്പോൾ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്താൽ പിന്നെ ഒരു സമാനം ഉണ്ടാവില്ല. അതൊക്കെ മൈൻഡ് ചെയ്യാതെ നമ്മളങ്ങ് നടന്നു പോയിക്കൊള്ളു. കാടലൊക്കെ ആന പോകുമ്പോൾ ആരൊക്കെ അവിടെ കിടന്ന് പട്ടി വരച്ചാൽ തിരിഞ്ഞു പോകും, നടന്നു പോകും. നമ്മൾ വീഡിയോയിലൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ നടന്നു പോകും. അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാത്തത്. അത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതൊരു ദൗർബല്യമാണ് എന്ന് വിചാരിക്കരുത്. വീണ്ടും പറയാനുള്ള ഒരു ദൗർബല്യം. വ്യാജ പ്രചരണങ്ങൾ, വ്യാജ രേഖ ചമക്കൽ, ഇതൊക്കെ കോൺഗ്രസിന്റെ സംസ്കാര തകർച്ചയാണ്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മഹാനായ മഹാന്മാരായ നേതാക്കന്മാർ പലരും, സർദാർ വല്ലഭായി പട്ടേൽ അടക്കം, ഡോക്ടർ രാധാകൃഷ്ണൻ അടക്കം, വിജ്ഞാനത്തിന്റെ പര്യായമായ ഡോക്ടർ രാധാകൃഷ്ണൻ അടക്കം അംഗമായിരുന്ന കോൺഗ്രസ് പാർട്ടി, അവർ നയിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി, ആ കോൺഗ്രസ്സുകാരുടെ യുവജന വിഭാഗം കാണിക്കുന്ന ഗോഷ്ടി കണ്ടാൽ സഹിക്കില്ല. കൊറോണ വന്നിട്ട് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനും വെളിയിൽ കണ്ടില്ലല്ലോ. എന്നിട്ട് പറയുന്നത് DYFIക്കാരന്മാര് പൊതിച്ചോറ് കൊണ്ടുകൊടുത്തു. പട്ടിണി കിടക്കാതെ മനുഷ്യനെ രക്ഷിച്ച് ഗവൺമെന്റിന്റെ നയമാണ് കുടുംബശ്രീ വഴി പൊതിച്ചോറ് പൊതിഞ്ഞ് മെമ്പർമാര്, ചെറുപ്പക്കാരും പിള്ളേരും ധൈര്യസമേതം അവര് എല്ലാ വീടുകളിലും കൊണ്ട് ഭക്ഷണം കൊടുത്തു. പട്ടിണിയില്ലാതെ മനുഷ്യൻ ജീവിച്ചു. അത് ചിന്താചരവും പ്രസംഗിച്ചപ്പോൾ ഒരു പരിഹാസമായി എടുത്തു എന്നുള്ളതല്ല. ഞാൻ പറയുന്നു, അതിലെന്താണ് തെറ്റ്? ആ പൊതിച്ചോറ് വേണ്ടിയിരുന്നില്ലയോ? പറയൂ. അത് വാങ്ങിച്ച് കഴിച്ചവർ അത് വേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഒരു ദിവസം ഇതൊരു പതിവായി, എല്ലാ ദിവസവും കൊണ്ടുകൊടുക്കും. അങ്ങനെ പത്തനാപുരത്ത് ഒരു പയ്യനുണ്ട്. അവനൊരു സ്വല്പം ജന്മനാ ഒരല്പം കുഴപ്പമുണ്ട്. അവനൊരു ശുദ്ധഗതിക്കാരനെ പോലെ അങ്ങനെ അവന്റെ സന്തോഷമായിട്ട് ചിരിച്ചൊക്കെ നടക്കും. പക്ഷെ അവന് ഭയങ്കര ആഹാരത്തിനോട് കൊതിയാണ്. അങ്ങനെ അവൻ വീട്ടിൽ അവനും അവന്റെ അമ്മയും മാത്രമല്ല വീട്ടിൽ. അപ്പം പൊതിച്ചോറ് കൊടുക്കാൻ പോയപ്പോൾ അവനോട് പറഞ്ഞു, ഒരു ഉദാഹരണം, ഒരു തമാശയ്ക്ക് പറയും. അവനോട് പറഞ്ഞു, നിനക്ക് അമ്മയുള്ളതല്ലേ, നീ വെളിയിൽ പോകണ്ട, അമ്മ വയസ്സായിരിക്കില്ല, നിനക്കുള്ള ആഹാരം അങ്ങ് കൊണ്ടുതരാമെന്നോ. അങ്ങനെ എല്ലാ ദിവസവും ഒരു മാരുതി വാനിനകത്ത് ഇത് കൊണ്ടുപോയി കൊടുക്കും. യൂത്ത് ഫ്രണ്ടുകാരാ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ നെടുവന്നൂർ സുനിലിനെ വിളിച്ചിട്ട് പേര് പറഞ്ഞു, അണ്ണാ നാളെ വരുമ്പോഴേ ആ കടയിലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന ഒരു കോഴി ഉണ്ടല്ലോ, അത് പറഞ്ഞ് കൊണ്ടുവരാൻ. ഏതാ കടയിലെ കോഴി ഇറക്കാൻ സമയമായില്ല, കാരണം കോഴിയും മീനും ഒന്നും കിട്ടുന്നില്ല, കാരണം കൊറോണയാണ്, എല്ലാവരും രാത്രിയില്ല. അപ്പൊ നമ്മളീ പൊതിച്ചോറൊപ്പിച്ച് കൊണ്ടുപോയി റെഡിയാക്കി കൊടുക്കുക. അപ്പൊ പറഞ്ഞ്, എന്നാ നാളെ വരുമ്പോഴേ ആ കറങ്ങുന്ന കോഴിയില്ല, കടയൊക്കെ കമ്പി കിടന്ന് കറങ്ങുന്ന കോഴി, അതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ആ നിലയിൽ ഈ സ്നേഹത്തെയും ഈ അവകാശത്തെയും ഒരു അവകാശമായി കണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പൊ അതെല്ലാം മറന്നിട്ട് പൈസ ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു ഉണക്ക തൊഴുത്ത് ഒരു മതിലും കൂടെ പണിതാൻ കേരളം മുടിഞ്ഞു പോയിരുന്നില്ല. ഇവർ പറയുന്ന ദൂരത്ത് എന്ന് പറയുന്ന അതൊന്നുമല്ല. ഇവിടെ എത്ര കോടി രൂപയുടെ വർക്കാണ് നടക്കുന്നത്. ഇവിടെ ശ്രീ ബാലഗോപാൽ MLA ആയി വന്നതിന് ശേഷം ഈ നിയമമണ്ഡലത്തിൽ എല്ലാ റോഡും എത്ര കോടി രൂപയാണ് അന്വേഷിക്കുന്നത്. അത് വെച്ച് നോക്കിയാൽ എല്ലാം കൂടി നന്നാക്കാൻ ഒരു 40 ലക്ഷം തൊഴുത്ത് വലിയ കാര്യമായി. ഈ തൊഴുത്തൊക്കെയാണ് പ്രധാന പ്രശ്നം. പശുവിനെ പിന്നെ തോട്ടിക്കൊണ്ട് നിർത്തൂ. ഇതൊക്കെ ചുമ്മാ പറയാണ്. പല പല പണികൾ. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ ഒരു തമാശ കൂടി യോജിക്കുകയാണ് ഇപ്പൊ, കാരണം അന്ന് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഈ മരപ്പെട്ടി മൂത്രം ഒഴിച്ചു വയ്ക്കുമ്പോൾ തമാശയാണ്. ഞാൻ അച്ഛൻ മന്ത്രിയായിരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ മന്ത്രിയാണെങ്കിലും താമസിക്കുന്ന എന്റെ സ്വന്തം വീട്ടിലാണ്. അച്ഛൻ മന്ത്രിയായിരിക്കുമ്പോൾ അച്ഛനോടൊപ്പം ഞാൻ 2 മന്ത്രിമാരെ താമസിച്ചു. രാത്രിയായ ഒരു സമാധാനം കിട്ടത്തില്ല. രാത്രിയാകുമ്പോൾ ഈ തട്ടുമ്പുറത്തൂടെ ഷൂസ് ഇട്ട് വേറെ നടക്കി മരപ്പെട്ടി തേരാപ്പാറ നടക്കുകയാണ്. അതുകൊണ്ട് വെള്ളമെടുപ്പിൽ മൂത്രം ഒഴിച്ചു വയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റുമില്ല. ഇപ്പൊ വെളിയിരിക്കുന്നവരുടെ വിചാരം മന്ത്രിയുടെ ബംഗ്ലാവ് ഭയങ്കര സുഖമാണ്. അങ്ങനെ വലിയ സുഖം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ താമസിച്ചത്. ആന്റണിയുടെ മോൻ പോയത് പിന്നെ കുഴപ്പമില്ല, അവർക്ക് എന്തും ആകാം. ഏതാ കരുണാകരന്റെ മോള് പോയില്ലേ, അതേക്കാലം വലിയ കരുണാകരൻ. ആന്റണിയുടെ മോൻ പോയതിനൊക്കെ എന്താ, മുഖ്യമന്ത്രിമാരെല്ലാരും പോയില്ലേ BJP-യിൽ. തീരെ ഒരു അവസരം, ഈ ഒരു അവസരം കൂടി പോയാൽ ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കം എല്ലാവരും BJP-യിൽ തന്നെ പോയി ചേരും. കറക്റ്റ് അല്ലേ?
ഇവിടെ ഇരിക്കുന്ന പഴയ എം പിയാണ്. നമ്മൾ ഇവിടത്തെ എം പിയുടെ കാര്യമാണ് പറഞ്ഞു. ഇപ്പോഴത്തെ അയാളെ കാര്യമാണ് പറഞ്ഞേ BJP ചേരുമെന്ന്. അല്ല, ഈ ഭാഗത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. ചെങ്ങറ എം പി അല്ലയോന്ന് നിങ്ങളല്ല ഉദ്ദേശിച്ചത്. ചെങ്ങറ പോയതിനു ശേഷം പിന്നെ എം പിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാ, അത് കുറ്റം പറയാനൊക്കത്തില്ല. കാരണം ചെങ്ങറ അവസാനം കണ്ട എം പി പിന്നെ എം പിയെ കണ്ടിട്ടില്ല. അതുകൊണ്ടാ അത് സമ്മതിച്ചേട്ടാ, അത് അതിനോട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. സമ്മതിച്ചു. ഒരു എം പി എന്ന നിലയിൽ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല. അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. കൊട്ടാരക്കരയ്ക്ക് എന്ത് ചെയ്തു? കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും ചെയ്തില്ലല്ലോ. അത് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ടൈൽസ് ഇട്ടപ്പോൾ അവിടെ ഇട്ടു. അതുകൊണ്ട് വൈകിട്ട് നടക്കാനൊക്കെ ഒരു സുഖമുണ്ട്. ട്രെയിനും ഇല്ല, നടക്കാൻ. ഇവിടെ ഷാജു ഞാനും നടക്കുമായിരുന്നു. ഷാജുവും ഞാനും കൂടെ മുകേഷും ഉണ്ടാ. അതെ, കൊട്ടാരക്കരക്കാർക്ക് നടക്കാൻ ഒരു സ്ഥലമുണ്ട്. അത് ഇന്ത്യൻ റെയിൽവേയുടെ വകയായിട്ട്. അത് ഈ മേളിക്കൂടെ പാലം ഇതൊന്നും അല്ല. പിന്നെ ചെങ്ങന്നൂർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു യന്ത്ര കോണിപ്പടി എസ്കലേറ്റർ പിടിപ്പിച്ചു എന്നാണ്. ചെങ്ങന്നൂർ എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് ചെങ്ങന്നൂർ. ഇതിപ്പോ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും അവിടെ എല്ലാം വരും, വന്നേ പറ്റൂ. റെയിൽവേക്ക് അത്രയും സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഒരു നിശ്ചിത കാലഘട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നിറങ്ങുകയും പോവുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. അതിപ്പോ എവരാരും പറഞ്ഞില്ലെങ്കിലും റെയിൽവേയുടെ ആവശ്യമാണ് അവിടെ ഈ സൗകര്യം ഒരുക്കേണ്ടത്. പിന്നെന്താ, കേരളത്തിൽ കൂടെ ട്രെയിൻ ഇപ്പം എം പിമാരൊക്കെ ജാട കെട്ടാന്നറിയാം, സ്റ്റോപ്പ് അനുവദിപ്പിച്ചവരാണ്. ട്രെയിൻ കൊണ്ടുപോകുന്ന നമ്മളല്ല, സ്റ്റോപ്പ് അനുവദിപ്പിച്ചു എന്നേ ഉള്ളൂ. ട്രെയിന് വരുന്നില്ല. ആകെ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി കേരളത്തിന് 5 കൊല്ലത്തിനകത്ത് തന്നത് ഭരണത്തിന്റെ അവസാനം ആർക്കും വേണ്ടാതെ മിച്ചം കിടന്ന മദ്രാസിൽ ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തോണ്ട് 2 വന്ദേ ഭാരത് ഇട്ടു. അപ്പൊ വന്ദേ ഭാരത് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. മറ്റുള്ള ട്രെയിനുകളെല്ലാം 4.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ആകെ 2 പാളമുണ്ട്. അതിനകത്തുള്ള പോകാനുള്ള ട്രെയിനിനേക്കാൾ കൂടുതലുണ്ട്. വന്ദേ ഭാരത് വരുമ്പം എല്ലാം ഒതുക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വന്ദേ ഭാരത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരുള്ളതിൻ്റെ അന്ന് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഒരു വന്ദേ ഭാരത് BJP-ക്കാർ ഉയർത്തിപ്പിടിക്കുന്ന വലിയ വന്ദേ ഭാരത്. പിന്നെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിപ്പിച്ചവരും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ. ഒരാൾ പാർലമെന്റിൽ 5 കൊല്ലം പോയിട്ട് ഒരു വന്ദേ ഭാരത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടാവുന്നിടത്തെല്ലാം വന്ദേ ഭാരത് ഓടിക്കഴിഞ്ഞപ്പോൾ മിച്ചം വന്നപ്പം ഒരെണ്ണം തന്നു. ചോദിക്കാതെ 2 ആഴ്ച വേറെണ്ണം കൊണ്ട് തന്നു. എന്താന്ന് പറയാ, അവിടെ പണിത് വെറുതെ ഇട്ടേക്കുക. അപ്പൊ എവിടെങ്കിലും കൊടുക്കണ്ടേ, അപ്പൊ തന്നു. അതാണ് ഏറ്റവും വലിയ നേട്ടം. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി പറയുന്നുണ്ട്, നമ്മൾ വളരെ ബഹുമാനത്തോടെ അദ്ദേഹം പറയുന്നു, റേഷൻ 5 കൊല്ലത്തേക്ക്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹമാണ് ഈ റേഷൻ കാർഡ് കണ്ടുപിടിച്ചത്. ചാക്ക് പോലത്തെ കവറുള്ളൊരു റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്നായി തുടക്കം. നമ്മളൊരു ഇപ്പൊ റേഷൻ കാർഡ് നടക്കുന്നവരുടെ അച്ഛനും അപ്പൂപ്പന്മാരും വരെ റേഷൻ കാർഡ് നടത്തിയിരുന്നവരാണ്. 5 കൊല്ലത്തേക്ക് റേഷൻ ഉണ്ടെന്ന് അപ്പോഴും ഈ പേടിയായി പോയി. കാരണം 5 കൊല്ലത്തേക്ക് റേഷൻ ഉണ്ടെന്ന് ഗ്യാരണ്ടി തന്നാൽ, മോഡിയുടെ ഗ്യാരണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 കൊല്ലം മുമ്പേ മന്ത്രിസഭ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ഒരു 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരാൻ. ഒരു 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് വരുമെന്ന് പറഞ്ഞില്ല എല്ലാവർക്കും. അത് കിട്ടിയില്ല. ഗ്യാസിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. അല്ല, ഗ്യാസിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. അത് ഇനി പെട്രോൾ 60 രൂപയ്ക്കും ഡീസൽ 60 രൂപയ്ക്കും തരുമെന്ന് പറഞ്ഞു. എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷമുണ്ടല്ലോ എല്ലാവർക്കും. വലിയ നേട്ടമല്ലയോ? 110 രൂപ വരെ പോയി. പിന്നെ ഇപ്പൊ 2 രൂപ കുറച്ചിട്ടുണ്ട്, പേടിക്കണ്ട. വോട്ടങ്ങ് പെട്ടിയിൽ വീണ് കഴിയുമ്പോൾ 2 കാര്യം നടക്കും. ഞാൻ ഉറപ്പിച്ചു തരാം. ഒന്ന്, കെജ്രിവാൾ അപ്പോഴും പുറത്തു വരും. വോട്ടെല്ലാം പെട്ടി വീണ് എണ്ണുന്നതിന് തൊട്ട് മുമ്പ് കെജ്രിവാൾ പുറത്തു വരും. കാരണം കെജ്രിവാൾ ശബ്ദിക്കാൻ പാടില്ല. അത് ഫാസിസമാണ്. അവിടെ കൂട്ടിയിട്ടിരിക്കുക. എതിരാളികളെ ജയിലിലടയ്ക്കുക, എതിരാളികളെ കൊന്നൊടുക്കുക. ഇത് ഹിറ്റ്ലറുടെയും മൊസോളിനിയുടെയും നയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരകത്ത് കിടക്കും. പിന്നെ പെട്രോൾ വില അത് 3-ാം തീയതി റിസൾട്ട് വരുന്നെങ്കിൽ 2-ാം തീയതിയോടെ മിക്കവാറും അത് 20 രൂപ വർദ്ധിക്കും. ഒക്കെ അടിക്കും. കാരണം ഈ 2 രൂപ കുറച്ച് തന്നെ നഷ്ടം തീർക്കണ്ടേ. 20 രൂപ വർദ്ധിച്ചുകൊണ്ട് നമുക്കൊരു സമ്മാനം, തെരഞ്ഞെടുപ്പ് സമ്മാനം തരും. അതിന് സംശയമില്ല. ഇവരുടെ രീതി അങ്ങനെയാണ്. കാരണം ഭരണം മാറി വരുന്നത് വേണ്ട. വോട്ടെല്ലാം മുഷിലിനകത്തായി കഴിഞ്ഞാൽ ഉടൻ വില കൂട്ടില്ല. ഇത്തരം തെറ്റുകൾ ഇവിടെ നടക്കുമ്പോൾ ഒരു പാർലമെന്റ് അംഗം ചോദിച്ചിട്ടുണ്ടോ? ഒരു പാർലമെന്റ് അംഗം ഇനിയിപ്പോ എല്ലാം അങ്ങ് ഷോയാണ്, കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. നമ്പൂതിരിയായി ജനിക്കാൻ ആഗ്രഹിച്ച ആൾ അടുത്ത ജന്മം നമ്പൂതിരിയായിട്ട് ജനിക്കണം, അമ്പലത്തിന്റെ ശ്രീകോവിലുള്ളിൽ ഇരിക്കണം എന്ന് പറയുന്ന ഒരാൾ നോമ്പ് കഞ്ഞി കുടിച്ചപ്പോ ഞാൻ കളിയാക്കി എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടോ? ആരായാലും കളിയാക്കി പോത്തില്ലയോ? ഇതൊക്കെ കാണുമ്പം പറയാതിരിക്കുന്ന എങ്ങനെ? ഞാൻ ആദ്യം രാഷ്ട്രീയ കണ്ടപ്പോ എന്നോട് പറഞ്ഞു കതറിടണമെന്ന്. അപ്പൊ അച്ഛനെ കണ്ടവരെല്ലാവരും പറഞ്ഞു, സാറേ കതറിടാൻ പറഞ്ഞു, കളറുടുപ്പൊക്കെ ഇട്ടാൻ വന്നേക്കുന്നത്. അപ്പൊ അച്ഛനെ വിളിപ്പിച്ച് എന്നിട്ട് പറഞ്ഞിടാ കതറുടുപ്പിടാമെന്ന് ചോദിച്ചു. ഈ രാഷ്ട്രീയക്കാർ ഈ കഞ്ഞിയൊക്കെ കുടിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നെ. ഞാൻ 23 വർഷമായിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിൽ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരേ മണ്ഡലത്തിൽ നിന്ന് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ 3 തവണ മന്ത്രിയായിട്ട് 3-ാമത്തെ പ്രാവശ്യമായിരുന്നു.
ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കണ്ട അച്ഛൻ പറഞ്ഞാൽ നീ കതർ ഉടുക്കണമെന്ന് അവരല്ല. ഞാൻ പറഞ്ഞ അച്ഛൻ അത് നടക്കില്ല. അതെന്താണ് എന്നാ ഒരു വെള്ളയെങ്കിലും ഇട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, എന്നെ ആളുകൾ കണ്ടിട്ടുള്ള ഈ കളർ ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു സിനിമ നടനായിട്ടാണ്. ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാനൊരു വേഷം കിട്ടിയാൽ അത് അവരെ പറ്റിക്കലായി പോകും എന്നെനിക്കുള്ളത് കൊണ്ട് ഞാൻ മാറില്ല. അച്ഛൻ പറഞ്ഞാൽ അതിൻ്റെ ഇഷ്ടം ഓക്കെ തോന്നി. പലരും പറഞ്ഞു, പത്തനാപുരത്ത് പലരും പറഞ്ഞു കളറാക്കണം കളറാക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങളാണ്, കേരളത്തിന്റെ നിയമസഭയിൽ രാഷ്ട്രീയക്കാരന് വിവിധ വർണ്ണങ്ങളുള്ള ഷർട്ടിടാമെന്ന് തെളിയിച്ച ആദ്യത്തെ മലയാളി ഞാനാണ്, ആദ്യത്തെ ജനപ്രതിനിധി ഞാനല്ലേ. ആലോചിച്ചു, ഞാനല്ലേ ഇപ്പൊ നിയമസഭയിൽ നോക്കും എല്ലാവരും നല്ല കളർഫുള്ളാണ്. പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരിലും നല്ല മനോഹരമായ സാരി, നല്ല കളറുള്ള ഉടുപ്പും എല്ലാം ഇട്ട് നടക്കുന്നത്. മുകേഷ് ഇടും, ഇതൊക്കെ ഇടും. ഇപ്പൊ ഇടാതിരിക്കുന്നേ ഇപ്പൊ ഇലക്ഷൻ ആയിട്ട് അതൊക്കെ ഇടും, അതൊക്കെ ഇട്ട് നടക്കാതെ. രമേശനും ഇടും, കുഴപ്പമൊന്നും. ഈ രാഷ്ട്രീയക്കാർക്ക് ഏത് നിറത്തിലുള്ള ഷർട്ടും ഇടാം, ഏത് പുള്ളിയും വരെയുള്ള ഷർട്ട് ഇടാമെന്നൊക്കെ തെളിയിച്ചു കൊടുത്തത് ആ ഒരു മാറ്റം. എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ കാപട്യങ്ങൾ വിലയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ കരിവാരി തേച്ചുകൊണ്ട്, ആ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടും, മുഖ്യമന്ത്രിയെ കുറിച്ച് അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടും, അദ്ദേഹം കുടുംബാംഗങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടും, ജനശ്രദ്ധ തിരിച്ചുവിട്ട് വോട്ട് പറ്റി ഡൽഹിയിൽ പോയി BJPയുടെ ഓരത്ത് ചേർന്നിരിക്കാൻ ശ്രമിക്കുന്ന UDF-നെ കേരളത്തിൽ പരാജയപ്പെടുത്തും. ഒന്നും മിണ്ടത്തില്ല. കഴിഞ്ഞ 5 കൊല്ലം ഇവരൊന്നും മിണ്ടിയില്ല. ഇനി അടുത്ത കൊല്ലം 5 കൊല്ലം ഞങ്ങൾ പോയിട്ട് എന്തോ നടക്കുന്നു കാണിച്ചു. ഇവര് വളരെ മനോഹരമായി ഓരം ചേർന്ന് ഇരുന്നു. ആ ഡെസ്കിൽ അടിച്ചുകൊണ്ടിരുന്നതല്ലാതെ നമ്മുടെ MP ഇരുന്ന സ്ഥലത്ത് ഡെസ്ക് പൊട്ടിപ്പോയെന്നുണ്ട്. അടിച്ചടിച്ചടിച്ചടിച്ച് എന്തിനാ അടിച്ചെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഹിന്ദിയിലാ പ്രസംഗം. എന്തിനാ അടിച്ചെന്ന് എങ്ങനെ അടിച്ചെന്ന് ആർക്കും അറിയാൻ വയ്യ. ഏതായാലും കൊള്ളാം. മേശയിലടിക്കാൻ ആളിനെ ആവശ്യമില്ല, മേശയിലടിക്കാൻ ആളെ ആവശ്യമില്ല. നാടിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആൾക്കാരെയാണ് വേണ്ടത്. കേന്ദ്ര പദ്ധതികൾ നിങ്ങൾ മനസ്സിലാക്കണം. ആഫീസുകളിൽ കേന്ദ്ര കയറി ഇറങ്ങി നടന്നാൽ ഈ കേന്ദ്രത്തിൽ ഭരണം നടന്ന സത്യത്തിൽ മന്ത്രിമാരല്ല, ഉദ്യോഗസ്ഥന്മാരെ. നമ്മൾ ആഫീസിൽ ചെന്ന് ഉദ്യോഗസ്ഥന്മാരെ, സെക്രട്ടറിമാരെ, വകുപ്പ് സെക്രട്ടറിമാരെയൊക്കെ സ്വാധീനിച്ചാൽ ഇഷ്ടംപോലെ പൈസ നമ്മുടെ നാടിന്റെ വികസനത്തിൽ വരും. ഇതിവർക്ക് അറിഞ്ഞാത്തതുകൊണ്ടാണ് ഒരു സ്ഥലത്തും പോകത്തില്ല. രാവിലെ പാർലമെന്റിൽ പോയി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി തേങ്ങ മാങ്ങാന്ന് തിരിച്ചു വരുന്നതല്ലാതെ ഓഫീസുകളിൽ കയറി നമ്മുടെ MLA ആണെന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ഒന്നും കിട്ടത്തില്ല. MLA കൊണ്ട് മാത്രമേ കിട്ടൂ. പക്ഷേ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിനകത്ത് കയറി നടന്ന് ആ ഫയൽ അങ്ങോട്ട് നീക്കി മറ്റേ റോഡ് മറിച്ച റോഡെന്നൊക്കെ പറഞ്ഞ് കയറി ഇറങ്ങി നടന്നാൽ സാധനങ്ങൾ കിട്ടും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ പല വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ അതിന്റെ ആവശ്യമില്ല. മന്ത്രി പോലും അറിയത്തില്ല. ഈ IAS ഉദ്യോഗസ്ഥന്മാരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. ഞാൻ മന്ത്രി എന്ന് പറയുന്ന ചർച്ച ആൾക്കാർ പോയിട്ടുണ്ട്. ചർച്ചയ്ക്ക് പോയി മന്ത്രി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ സെക്രട്ടറിമാരാണ്. ഈ സെക്രട്ടറിമാരോട് നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മുടെ കാര്യം നടക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു MP-യുടെ ജോലിയാണ്. പാർലമെന്റിൽ പോകാന്നുള്ള മാത്രമല്ല, ഒരു MP-യുടെ ചുമതലയാണ് രാഷ്ട്രീയമായ അവനവന്റെ വളർച്ചയ്ക്കെതിരെ അപ്പുറത്തേക്ക് നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ ദൗർഭാഗ്യവശാൽ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. ആ സത്യം മനസ്സിലായിക്കൊണ്ട് മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കരിവാരി തേച്ച് അതിന്റെ പേരിൽ വോട്ട് പിടിക്കാം. അതിനെ കുറിച്ച് മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്, സർവേ ഒക്കെ ഉണ്ട്. സർവേ ഒക്കെ ഭയങ്കര സർവേ കറക്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ മനോരമയുടെ സർവേ ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. കാരണം കഴിഞ്ഞ തവണ അസംബ്ലി ഇലക്ഷന് കൊല്ലം ജില്ലയിലോട്ട് കയറി ആദ്യം പറഞ്ഞ് ഗണേഷ് കുമാർ തോറ്റു പോകുന്നു, മേഴ്സിക്കുട്ടി അമ്മ ജയിക്കുമെന്നും പറഞ്ഞു. ഈ കൊല്ലം ജില്ലയിലെ ആൾക്കാർ കാത്തിരിക്കുന്നത് ഗണേഷ് കുമാർ എന്തായാലും ജയിക്കും, ബാക്കിയുള്ള കാര്യം കേൾക്കട്ടെ എന്നാണ്. അപ്പോഴാണ് ഗണേഷ് കുമാർ കാശും വാങ്ങിച്ചുകൊണ്ട് ഗണേഷ് കുമാർ തോറ്റു പോകുന്നത്. എന്റെ എതിർ സ്ഥാനാർത്ഥിയെ ചിക്കറയും വാങ്ങിച്ചുകൊണ്ട് തോറ്റു പോകുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം നേതാക്കളോട് പറയാം. എന്റെ ഒരു മനസ്സിലെ വിഷയം അനുസരിച്ച് ഒരു അപകടം മണക്കുന്നുണ്ട് ഇവിടെ. UDF സ്ഥാനാർത്ഥി BJPയുടെയും SDPയുടെയും വോട്ട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് സംശയം. കാരണം UDF BJP സ്ഥാനാർത്ഥി കണ്ടിവിടെ എന്താ പ്രവർത്തനം നടക്കുന്നത്? ഒരു അടിയൊഴുക്ക്, ഇതിനടിയിൽ ഒരു കച്ചവടം, ഒരു വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക. പത്തനാപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനമില്ല, BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ മത്സരിച്ച ആൾ ഞങ്ങളുടെ സിനിമാ സംഘടനയിലെ, ടെലിവിഷൻ സംഘടനയിലെ മെമ്പറാണ്, നമ്മുടെ സഹദേവൻ. അദ്ദേഹം KSRTC ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു പോസ്റ്റ് അടിച്ചു തന്നല്ലാതെ ഒരു കാര്യം ചെയ്തു തന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ സഹദേവൻ തോക്കണം എന്നുള്ളത് അവരുടെ തന്നെ ഒരു ആഗ്രഹമാണ്. അതേപോലെയാണ് ഇപ്പം ഒരാളെ ഒരു പ്രവർത്തനവും കണ്ടില്ല, ആരുമില്ല കൂടെ. അപ്പൊ എന്തോ ഒരു പന്തികേട്. ഞാൻ തലവൂർ വഴി പോകുമ്പോൾ നമ്മൾ BJP സ്ഥാനാർത്ഥിയാരെ വന്നു, BDJS-ന്റെ സ്ഥാനാർത്ഥി. ഞാൻ നോക്കുമ്പോൾ അവിടെ തലവൂരുള്ള BJPയുടെ പ്രമാണിമാരെ ഒന്നും കണ്ടില്ല. അതിന്റെ അർത്ഥം അവർ വേറെ എന്തോ ഒരു കച്ചവടം ഉറപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവിടെ ഒരു കച്ചവടം ഉറപ്പിച്ചു UDF സ്ഥാനാർത്ഥിയായിട്ട്. SDPക്ക് 3000 വോട്ടുണ്ട്. തലച്ചെറിയുള്ള ഒരാളാണ് സ്ഥിരമായി മത്സരിക്കുന്നത്. എല്ലാ പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും അത് വാങ്ങാറുണ്ട്.
ഇത്തവണ SDP അപ്പുറത്താണെന്ന് അവർ പറയുന്നു. വേണ്ടെന്നൊക്കെ വെറുതെ പറയുന്ന അതൊക്കെ വേണം. അത് കൊല്ലത്തും മാവേലിക്കരയിലും ഈ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുക. ഇത് കേട്ടേച്ച് പിന്നെ തോറ്റു പോകുന്നു അങ്ങനൊന്നുമല്ല. അങ്ങനെ പോയാലും എങ്ങനെ വാരിയാലും എങ്ങനെ അടിയൊഴുക്കുണ്ടാക്കിയാലും ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു 30,000 വോട്ടിന്റെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അരുൺകുമാർ ജയിച്ചു. ഒരു 30,000 വോട്ട് ഏറ്റവും കുറഞ്ഞ ഇടുക ജയിക്കും. പക്ഷേ ഒരു വേലയുണ്ട്, അത് വോട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഈ 3000 വോട്ട് SDP കഴിഞ്ഞ പ്രാവശ്യം 600 വോട്ടാണ് പത്തനാട് നിയമമണ്ഡലത്തിലെ കണക്കായി 3000 വോട്ടെന്ന് പറയുന്നത് SDP സ്ഥാനാർത്ഥിയുടെ. ആ 3000 വോട്ടിൽ 600 വോട്ട് മാത്രമാണ് അവരുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് ബാക്കി മുഴുവൻ കച്ചവടം അടിച്ചത്. അതുപോലെ BJP മറിച്ച് അത് തലവൂര് വഴി NDA സ്ഥാനാർത്ഥിയുടെ വരവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഡൗട്ട് അടിച്ചു. കാരണം അവിടുത്തെ ഒരു പ്രമാണിയും കണ്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇയാൾ അനാഥപ്രായത്തെ പോലെ ഇങ്ങനെ നടന്ന് അവരവരെ പണി വേറെ കൊടുക്കും എന്നുള്ള. ഇവർക്കാർക്കും രാജ്യസ്നേഹമോ ഒന്നുമല്ല. ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചിലർ BJP നിൽക്കുന്നുള്ളൂ. അല്ലാതെ ഇവിടെ എന്താണ് രാജ്യസ്നേഹം? BJPക്ക് എന്തോന്ന് രാജ്യസ്നേഹം? ഈ രാജ്യത്തെ പല തുണ്ടമായി മുറിക്കാൻ, ജാതിയുടെ മതത്തിന്റെ പേരിൽ മനുഷ്യനെ അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് രാജ്യസ്നേഹവും. ഇന്ത്യ എന്ന രാജ്യം വൈവിധ്യങ്ങളുടെ ഏകത്വമാണ്. പല ഭാഷകൾ, പല നാടുകൾ, പല സംസ്കാരങ്ങൾ, പല ഭാഷകൾ. മലയാളത്തിൽ തന്നെ തൃശ്ശൂർ ഭാഷയുണ്ട്, മലപ്പുറം ഭാഷയുണ്ട്, കാസർഗോഡ് ഭാഷയുണ്ട്, തിരുവനന്തപുരം ഭാഷയുണ്ട്, മധ്യ തിരുവിതാംകൂറിൽ വേറൊരു ഭാഷയുണ്ട്. ഇതെല്ലാം മലയാളം തന്നെ. തമിഴ്നാട്ടിലുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ നിലനിർത്തുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഈ രാജ്യത്തെ നിലനിർത്തുന്ന ഈ രാജ്യത്തെ മതേതരത്വമാണ്. ജാതി മതങ്ങൾക്കപ്പുറം നമ്മൾ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹം സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തവൻ രാജ്യത്തെ സ്നേഹിക്കുന്നു പറയുന്ന ഐഡിയ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രധാനമന്ത്രി, ഒരു ജാതി, ഒരു പാർട്ടി, ഒരു വ്യക്തി, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നിയമം, ഇതെല്ലാം ഈ രാജ്യത്തെ അപകടപ്പെടുത്തും. ഏകാധിപത്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കാതിരിക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 20 പേരെയും കേരളത്തിന്റെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കണം. മുസ്ലിം ലീഗിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ചെയ്യാം. അവിടെയും നമുക്ക് ചെയ്യാം. പല കാര്യങ്ങളിലും മുസ്ലിം ലീഗിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ കണക്ക് കുടിയെ അരിയെ കെട്ടി നടക്കുക, പേരുകളൊക്കെ പിരിക്ക് നടക്കുക. അത് പറ്റത്തില്ല. സ്വാതന്ത്ര്യത്തോടെ മതേതരത്തിന് വേണ്ടി സംസാരിക്കാൻ, ഈ നാടിന് വേണ്ടി സംസാരിക്കാൻ, ശബ്ദമുയർത്താൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണം. നമ്മുടെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ, കൊട്ടാരക്കര ഉൾപ്പെടുന്ന മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, സുഹൃത്ത്, വിദ്യാസമ്പന്നനും മാന്യനും എല്ലാവരോടും എളിമയും മര്യാദയുമുള്ള ഒരു വളരെ സാധു കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അരുൺകുമാറിനെ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഇനിയുള്ള മണിക്കൂറുകളിൽ വിശ്രമിക്കാതെ അരുൺകുമാറിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.